ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതേ ടോപ്പിക് നമ്പർ 10 ജനിതക ശാസ്ത്രം എന്ന ഏരിയയിൽ സെക്കൻഡ് ലെസൺ ആണ് കേട്ടോ. ഓൾഡ് SCERT സ്റ്റാൻഡേർഡ് 10ലെ 6th ലെസൺ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ. ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിയാലോ ഈ ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സോട് കൂടിയിട്ടാണ് അല്ലേ. നോക്കാം നമുക്ക്. മാതാപിതാക്കളിൽ നിന്നും സന്താനങ്ങൾക്ക് ചില സവിശേഷതകൾ ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന സവിശേഷതകളെയൊക്കെ എന്താണ് പറയുന്നത്? പാരമ്പര്യം എന്ന് പറയും അല്ലേ. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളുണ്ടല്ലോ, അവയെയാണ് വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പാരമ്പര്യവും വ്യതിയാനങ്ങളും എന്താണെന്ന് ക്ലിയർ ആയല്ലോ. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണെങ്കിൽ അതിനെ ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്നും, മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളെ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് എന്നും പറയും. അപ്പോൾ ഈ പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയെയാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഹെറിഡിറ്റിയെക്കുറിച്ചും വേരിയേഷൻസിനെ കുറിച്ചും ഒക്കെ പറയുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്നത് പാരമ്പര്യമെന്നും, അതുപോലെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സന്താനങ്ങളിൽ പ്രകടമാവുന്ന സവിശേഷതകളെ വ്യതിയാനങ്ങൾ എന്നുമാണ് പറയുന്നത്. ഇവയെക്കുറിച്ചുള്ള പഠനമാണ് ജനിതക ശാസ്ത്രം. ഒരു ഇമേജ് തന്നിരിക്കുന്നു. ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ആരാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ? 1822 ഓസ്ട്രേലിയയിലെ ബ്രൺ എന്ന സ്ഥലത്ത്, അതായത് ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. പൈസം സറ്റൈവം എന്ന ശാസ്ത്രനാമമുള്ള തോട്ടപ്പയറിലെ 7 ജോഡി വിപരീത ഗുണങ്ങളുടെ പാരമ്പര്യ പ്രേഷണം മെൻഡൽ പഠനവിധേയമാക്കി. ചെടികളുടെ ഉയരം, പൂവിൻ്റെ സ്ഥാനം, വിത്തിൻ്റെ ആകൃതി, വിത്തിൻ്റെ ആവരണത്തിൻ്റെ നിറം, ബീജപത്രത്തിൻ്റെ നിറം, ഫലത്തിൻ്റെ ആകൃതി, ഫലത്തിൻ്റെ നിറം. ഇതാണ് 7 വിപരീത ഗുണങ്ങളുള്ള പാരമ്പര്യ പ്രേഷണം എന്ന് ഉദ്ദേശിച്ചത്. 7 ജോഡി വിപരീത ഗുണങ്ങളുടെ പാരമ്പര്യ പ്രേഷണമാണ് മെൻഡൽ വിധേയമാക്കിയത്. അതിനുവേണ്ടി അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചെടികളുടെ ഉയരം, പൂവിൻ്റെ സ്ഥാനം, വിത്തിൻ്റെ ആകൃതി, വിത്തിൻ്റെ ആവരണത്തിൻ്റെ നിറം, ബീജപത്രത്തിൻ്റെ നിറം, ഫലത്തിൻ്റെ ആകൃതി, ഫലത്തിൻ്റെ നിറം എന്നീ സ്വഭാവങ്ങളുടെ പ്രേഷണത്തെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ചു. പാരമ്പര്യ പ്രേഷണ പഠനങ്ങളിലൂടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ 1 ജോഡി ഘടകങ്ങളുണ്ട് എന്ന വിശദീകരണം കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചു. 1866 അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചുവെങ്കിലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. 1884 അദ്ദേഹം അന്തരിച്ചു. പിൽക്കാലത്തുണ്ടായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളുടെ പ്രാധാന്യം ലോകം ശ്രദ്ധിച്ചത്. ജനിതക ശാസ്ത്രത്തിൻ്റെ ഉദയം എന്ന ഭാഗത്ത് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നോക്കാം. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന ശാസ്ത്രജ്ഞൻ തോട്ടപ്പയറിൽ അല്ലെങ്കിൽ പൈസം സറ്റൈവം എന്ന ശാസ്ത്രനാമമുള്ള തോട്ടപ്പയറിലാണ് വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തിയത്. ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത്. അതുകൊണ്ട് തന്നെ ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടാണ് കണക്കാക്കുന്നത്. തോട്ടപ്പയറിൻ്റെ പിക്ചർ കണ്ടോ നിങ്ങൾ? പൈസം സറ്റൈവം എന്ന ശാസ്ത്രനാമമുള്ള തോട്ടപ്പയറിലാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് നോക്കിയേ. പയറ് ചെടികളിൽ ഉയരം എന്ന സ്വഭാവത്തിൻ്റെ 2 വിപരീത ഗുണങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ വർഗ സങ്കരണ പരീക്ഷണത്തെ ഘടകങ്ങളുടെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഉയരത്തിനെ ബേസ് ചെയ്തിട്ട് നോക്കിക്കോളൂ. അപ്പോൾ കണ്ടോ, ഉയരം കൂടിയ ചെടിയെ 2 ക്യാപിറ്റൽ T കൊണ്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ടോൾ എന്ന രീതിയിൽ ഉയരം കൂടിയതിനെ 2 ക്യാപിറ്റൽ T കൊണ്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രതീകങ്ങളാണ്. ഓക്കെ. പിന്നെ സ്മോൾ ടി എന്തിനെയാണ് കാണിച്ചിരിക്കുന്നത്? എന്തിൻ്റെ ഇൻഡിക്കേഷനാണ്? ഉയരം കുറഞ്ഞ തോട്ടപ്പയർ ചെടിയുടെ ഇൻഡിക്കേഷനാണ് സ്മോൾ ടി. ഓക്കെ. എന്നിട്ട് എന്താണ്? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ടായ ഒരു പയറ് ചെടിയാണ് പിന്നീട് കാണിച്ചിരിക്കുന്നത്. അതിൽ 2 ചെടികളുടെയും ഗുണങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. ക്യാപിറ്റൽ ടിയും വന്നിട്ടുണ്ട്, സ്മോൾ ടിയും വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രകടമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് എന്താണ്? ആ ചെടി ഉയരം കൂടിയ ചെടിയായിട്ടാണ് വളർന്നത്. അപ്പോൾ 1ാം തലമുറ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. എന്താണത്?
ഒന്നാം തലമുറയിൽ ഉയരം കൂടിയ ചെടിയാണ് വന്നത് അല്ലേ. ഉയരം കൂടിയ ഒരു ചെടിയും ഉയരം കുറഞ്ഞ ഒരു ചെടിയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ രണ്ട് ഗുണങ്ങളും അതിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടി എന്ന് പറയുന്ന രണ്ട് അലീലുകളും അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ പ്രകടമായിട്ടുള്ള അലീൽ എന്ന് പറയുന്നത് എന്താണ്? ആ ചെടി ഉയരം കൂടിയ ചെടിയായിട്ടാണ് വളർന്നത്. അതായത് ഒന്നാം തലമുറയിൽ ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാകുമ്പോൾ ഒന്നാം തലമുറയിലെ സന്തതികളിൽ രണ്ട് വിപരീത ഗുണങ്ങൾ തമ്മിലല്ലേ ക്രോസ് ചെയ്തത്. അപ്പോൾ അതിൽ ഒന്ന് മാത്രം, ഒരു ഗുണം മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകട ഗുണമെന്നും, അപ്പോൾ ഇവിടെ സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും ഈ ചെടിയിൽ ഉണ്ടായിരുന്നു, ആ രണ്ട് ഗുണങ്ങൾ. പക്ഷെ ഇവിടെ പ്രകടമായത് ഏതാണ്? ക്യാപിറ്റൽ ടി ആണ് അല്ലേ. ആ സ്മോൾ ടി എന്താണ്? അവിടെ ഹിഡൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെ ഡോമിനൻ്റ് ആയി നിന്നിരിക്കുന്ന ആ ഒരു ഗുണത്തെയാണ് പ്രകട ഗുണം എന്ന് പറയുന്നത്. ഡോമിനൻ്റ് ട്രേറ്റ്. ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകട ഗുണമെന്നും അവിടെ മറഞ്ഞിരിക്കുന്ന അതിനെ ഗുപ്ത ഗുണം അല്ലെങ്കിൽ റിസസീവ് ട്രേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോമിനൻ്റ് ട്രേറ്റ് എന്താണ്, റിസസീവ് ട്രേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ രണ്ട് വ്യത്യസ്ത വിപരീത ഗുണങ്ങളുള്ള രണ്ട് ചെടികളെ തമ്മിൽ ക്രോസ് ചെയ്തു. രണ്ടിൻ്റെ ഗുണങ്ങളും ആ ഒരു ഒന്നാം തലമുറയിലുള്ള ചെടിയിൽ ഉണ്ടായി. പക്ഷെ അവിടെ പ്രകടിപ്പിച്ച ഗുണം ഏതാണോ അതിനെ പ്രകട ഗുണം എന്നും റിസർവ് ആയിട്ടിരിക്കുന്നതിന് ഗുപ്ത ഗുണം എന്നുമാണ് പറയുന്നത്. റിസസീവ് ട്രേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ജീനുകളും അലീലുകളും മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളാണെന്ന് ഗ്രിഗർ മെൻഡൽ അനുമാനിച്ചു. പിൽക്കാലത്ത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തി. നോക്കിയേ, ക്രോമസോമിൽ കാണപ്പെടുന്ന ജീനുകളാണ് എന്താണ് ഈ ഒരു സ്വഭാവ മാറ്റത്തിന് കാരണമെന്ന് കണ്ടെത്തി. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാകും. അവയാണ് അലീലുകൾ എന്ന് പറയുന്നത്. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരത്തിലുള്ള അലീലുകൾ ഉണ്ടായിരിക്കും. സാധാരണയായി ഒരു ജീനിന് 2 അലീലാണ് ഉള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഉയരം എന്ന സ്വഭാവത്തെ നമ്മൾ ക്യാപിറ്റൽ ടി എന്നും സ്മോൾ ടി എന്നും ഇൻഡിക്കേറ്റ് ചെയ്തു അല്ലേ. വ്യത്യസ്ത അലീലുകളാണ്. അപ്പോൾ ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത അലീലുകളാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ ടി എന്ന അലീൽ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഉയരക്കൂടുതലാണ്. സ്മോൾ ടി എന്ന് പറയുമ്പോൾ അത് ഉയരക്കുറവിനെയുമാണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ ഇൻഡിക്കേഷൻ കാണിച്ചിരിക്കുന്നത് അലീലുകളാണ്. ഓക്കെ. അപ്പോൾ എന്താണ് അലീൽ? ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരത്തിലുള്ള അലീലുകൾ ഉണ്ടായിരിക്കും. സാധാരണയായിട്ട് 2 അലീലുകളാണ് പറയുന്നത്. ഓപ്പോസിറ്റ് കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്തമായിട്ടുള്ള 2 അലീൽ. ഉയരക്കൂടുതലും കാണിക്കണം, ഉയരക്കുറവും കാണിക്കണം. അപ്പോൾ ഉയരക്കുറവ് കാണിക്കാൻ സ്മോൾ ടിയും ഉയരക്കൂടുതൽ കാണിക്കാൻ ക്യാപിറ്റൽ ടിയുമാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാം തലമുറയിൽ പ്രകടമാകുന്ന ഗുണത്തെ നിർണ്ണയിക്കുന്ന അലീലിനെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരത്തിലും അതുപോലെ ഗുപ്ത ഗുണം കാണിക്കുന്നതിനെ ചെറിയ അക്ഷരത്തിലുമാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? പ്രകടമായിട്ടിരിക്കുന്നതിനെ ക്യാപിറ്റൽ ലെറ്ററിലും അതുപോലെ ഗുപ്ത ഗുണമായി കാണിക്കുന്നതിനെ സ്മോൾ ലെറ്റർ ആൽഫബറ്റുമാണ് യൂസ് ചെയ്ത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. ഇനി നോക്കിയേ, ഉയരക്കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തരം ഉയരമുള്ള സസ്യമുണ്ടായില്ല എന്നതും ഉയരക്കുറവിന് കാരണമായ ഘടകം മറഞ്ഞിരുന്നതും മെൻഡലിനെ തുടരന്വേഷണത്തിന് പ്രേരിപ്പിച്ചു. അവിടെ ഫ്യൂസ് ചെയ്ത ചെടികൾ ഏതൊക്കെയാണ്? ഉയരക്കൂടുതലുള്ള ചെടിയും ഉയരക്കുറവുള്ള ചെടിയുമാണ്. അപ്പോൾ ഈ ഉയരക്കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തരം ഉയരമുള്ള സസ്യം ഉണ്ടായില്ല എന്നതും ഉയരക്കുറവിന് കാരണമായ ഘടകം എന്തുകൊണ്ട് മറഞ്ഞിരുന്നു എന്നതിന് റീസണും മെൻഡൽ തുടർന്ന് അന്വേഷിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഒന്നാം തലമുറ സസ്യത്തിൽ ഉയരക്കുറവിന് കാരണമായ ഘടകത്തിന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് ഒന്നാം തലമുറ സസ്യത്തെ അദ്ദേഹം എന്ത് ചെയ്തു? സ്വപരാഗണത്തിന് വിധേയമാക്കി. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാം തലമുറയിൽ ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായ ഈ ഒരു ചെടിയെ അദ്ദേഹം സ്വപരാഗണത്തിന് വിധേയമാക്കുകയാണ്. ഒന്നാം തലമുറ സസ്യത്തിന്റെ സ്വപരാഗണത്തിന് ശേഷം പുതിയതായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ചെടികൾ നോക്കൂ. 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതുമാണ്. മനസ്സിലായല്ലോ? ക്യാപിറ്റൽ ടി എന്ന അലിയിലും സ്മോൾ ടി എന്ന അലിയിലുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ക്യാപിറ്റൽ ടി തമ്മിൽ ചേർന്നപ്പോൾ ഇവിടെ ഉയരം കൂടിയ ചെടിയാണ് ഉണ്ടായത്. ഇവിടെയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്ററിലുള്ള ആ ഒരു
കാര്യമാണ് എന്ത് ചെയ്യുക, പ്രകട ഗുണമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ടോൾനെസ് ആണ് അവിടെ കാണിക്കുക. ആ ചെടിയും ടോളായിരിക്കും. മൂന്നാമത്തെ ചെടിയും ടോളാണ്. നാലാമത്തെ ചെടിയുടെ കേസിൽ രണ്ടും എന്താണ്, ഉയരക്കുറവിനെ കാണിക്കുന്ന അലീലുകളാണ്. രണ്ടും സ്മോൾ ടി ആണ് അല്ലേ. അപ്പോൾ 3 ഉയരം കൂടിയ ചെടിയും ഒരു ഉയരം കുറഞ്ഞ ചെടിയുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒന്നാം തലമുറ സസ്യത്തിൻ്റെ സ്വപരാഗണത്തിന് ശേഷം 3 ഉയരം കൂടിയ ചെടികളും ഒരു ഉയരം കുറഞ്ഞ ചെടിയുമാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു പരീക്ഷണത്തിന് ശേഷം ഇദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ള കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. ഇപ്പം നമ്മൾ ഉയരം എന്നൊരു സ്വഭാവത്തെ കാണിച്ചത് 2 അലീലുകൾ ചേർന്നാണ്. ഉയരക്കൂടുതലിനെയും ഉയരക്കുറവിനെയും കാണിക്കാൻ 2 അലീലുകൾ. ഉയരക്കൂടുതൽ ക്യാപിറ്റൽ ടി ഉപയോഗിച്ചും ഉയരക്കുറവ് സ്മോൾ ടി ഉപയോഗിച്ചുമാണ് കാണിക്കുന്നത്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ 2 ഘടകങ്ങൾ ചേർന്നാണ് ചെയ്യുക. ഇനി ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം മാത്രമേ പ്രകടമാകുന്നുള്ളൂ, മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഒന്നാമത്തെ തലമുറയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ ടി ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അല്ലേ. അതായത് പ്രകട ഗുണം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി കൊടുത്തിട്ടുള്ള ലീലാണല്ലോ. അപ്പോൾ ടോൾനെസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ ഗുണം അവിടെ എന്താണ്, ഗുപ്ത ഗുണമായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്, മറഞ്ഞിരിക്കുകയാണ് ചെയ്തത്. ഒന്നാം തലമുറയിൽ മറഞ്ഞിരുന്ന ആ ഒരു ഗുണം രണ്ടാം തലമുറയിൽ പ്രകടമാക്കി അല്ലേ. ഇവിടെ നമ്മൾ ഈ ചെടിയുടെ പരീക്ഷണത്തിൽ നമ്മൾ കണ്ടു എന്താണ്, ഈ രണ്ടാം തലമുറയിൽ ഫ്യൂസ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ഉയരം കുറഞ്ഞ ചെടി ഉണ്ടായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ രണ്ടാം തലമുറയിൽ എന്ത് ചെയ്തു, ഒന്നാം തലമുറയിൽ മറഞ്ഞിരുന്ന ആ ഒരു ഗുണം പ്രകടമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാം തലമുറയിലെ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം 3:1 ആണ്. 3:1 ആണ്. ഇതെന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഗ്രിഗർ മെൻഡലിൻ്റെ ആ ഒരു തോട്ടപ്പയർ ചെടിയിലെ പരീക്ഷണത്തിന് ശേഷം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അനുമാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. ഒന്നാം തലമുറയിലെ സന്താനങ്ങൾ ഒരു ഗുണം പ്രകടമാക്കുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയുമാണ് ചെയ്യുക. പിന്നെ ഒന്നാം തലമുറയിൽ മറഞ്ഞിരുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാക്കും. രണ്ടാം തലമുറയിലെ പ്രകടമായ ഗുണങ്ങളും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് 3:1 ആണ്. ഓക്കെ അല്ലേ. ആദ്യ പരീക്ഷണത്തിൽ ഒരു ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേക്ഷണം മാത്രമാണ് മെൻഡൽ നിരീക്ഷണ വിധേയമാക്കിയത്. പിന്നീട് അടുത്ത ഘട്ട പരീക്ഷണത്തിൽ ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേക്ഷണം നിരീക്ഷണ വിധേയമാക്കുകയും ഉയരം അതുപോലെ വിത്തിൻ്റെ ആകൃതി എന്നീ 2 ഗുണങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മെൻഡൽ പിന്നീട് വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷം അദ്ദേഹം ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. മാതാപിതാക്കളിൽ പ്രകടമാകാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ കണ്ടുവരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാത്ത സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ടാണ് സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ മാതാപിതാക്കളിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ അല്ലെ കുറേ ഗുണങ്ങൾ സന്താനങ്ങളിൽ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായിട്ട് അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ടാണ് സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നത് എന്ന വിശദീകരണം അദ്ദേഹം കൊണ്ടുവരികയാണ്. പക്ഷേ ഇങ്ങനെ പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേക്ഷണത്തെക്കുറിച്ച് ഒരുപാട് ശാസ്ത്രീയമായ നിഗമനങ്ങളൊക്കെ മെൻഡൽ അവതരിപ്പിച്ചു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെയൊക്കെ അന്ന് ശാസ്ത്രലോകം തള്ളിക്കളയുകയാണ് ചെയ്തത്. കാൾ കോറൻസ്, എറിക് ഷെർമാക്, ഹ്യൂഗോ ഡീവ്രീസ് എന്നീ ശാസ്ത്രജ്ഞന്മാർ പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേക്ഷണത്തെക്കുറിച്ച് സ്വതന്ത്രമായി സമാനമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ പിന്നീട് നടത്തുകയും ഈ പഠനഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രിഗർ മെൻഡലിൻ്റെ പരീക്ഷണങ്ങളും നിഗമനങ്ങളും ഒക്കെ അവരും കൺസിഡർ ചെയ്തു. അതോടെ ഗ്രിഗർ മെൻഡൽ പറഞ്ഞിട്ടുള്ള അല്ലെ അദ്ദേഹത്തിൻ്റെ അനുമാനങ്ങളൊക്കെ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെടുന്ന വിധത്തിലേക്ക് വരികയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 1990 മെൻഡലിൻ്റെ അനുമാനങ്ങളൊക്കെ നിയമങ്ങളായി പുനരാവിഷ്കരിച്ചു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം അന്തരിച്ചിരുന്നു. ഇനി പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേക്ഷണത്തിന് കാരണമെന്ന് ഗ്രിഗർ മെൻഡൽ വിശേഷിപ്പിച്ച ഘടകങ്ങളുടെ യഥാർത്ഥ രൂപമോ സവിശേഷതയോ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദങ്ങളിൽ വരെ കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് നടന്ന പഠനങ്ങളിലൂടെ പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തിൽ ന്യൂക്ലിക് ആസിഡായിട്ടുള്ള ന്യൂക്ലിക് ആസിഡായ DNA ഫുൾ ഫോം എന്താ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് തന്മാത്രയ്ക്കുള്ള പ്രാധാന്യം ബോധ്യപ്പെടുകയും ഘടകങ്ങൾ എന്ന് പറഞ്ഞ് മെൻഡൽ വിശേഷിപ്പിച്ച പാരമ്പര്യ വാഹകർ ഈ DNAയിലെ ജീനുകളാണ് എന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. ക്രോമസോമുകളിലെ DNA ഘടനയെ സംബന്ധിച്ച കണ്ടെത്തലുകളാണ് പിൽക്കാല ജനിതക ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായത്.
തന്മാത്രാ ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രമേഖല ഇന്ന് ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷണ മേഖലയാണ്. ഇനി അടുത്തത് DNA കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, DNA കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നോക്കാം. DNA എന്ന് പറയുമ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്ക് എന്നീ ശാസ്ത്രജ്ഞർ 1953 DNA ചുറ്റുഗോവേണി മാതൃക അവതരിപ്പിച്ചു. DNA ചുറ്റുഗോവേണി മാതൃക അവതരിപ്പിച്ചത് ആര്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്. 1953 DNA ചുറ്റുഗോവേണി മാതൃക അവതരിപ്പിക്കപ്പെടുന്നത്. ഈ മാതൃക ശാസ്ത്രലോകത്തിന് വലിയ സ്വീകാര്യത നേടുകയും 1962 അവർക്ക് നൊബേൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ചുറ്റുഗോവേണി മാതൃകയുടെ കണ്ടുപിടുത്തത്തിന് വാട്സണും ക്രിക്കിനും നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1962. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് 1953 DNA ചുറ്റുഗോവേണി മാതൃക അവതരിപ്പിച്ചത്. ഓക്കെ അല്ലേ? ഇനി ചുറ്റുഗോവേണി മാതൃക പ്രകാരം DNA തന്മാത്രകൾ 2 ഇഴകൾ ചേർന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ചുറ്റുഗോവേണി മാതൃക എന്ന് പറയുമ്പോൾ എന്താണ്? DNA തന്മാത്ര 2 ഇഴകൾ ചേർന്നിട്ടുള്ളതാണ്. പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള 2 നെടിയ ഇഴകളും നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികളുമുള്ള ഘടനയാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അപ്പോൾ ചുറ്റുഗോവേണി മാതൃക എന്ന് പറയുമ്പോൾ DNA തന്മാത്ര അല്ലെ, ചുറ്റുഗോവേണി മാതൃക പ്രകാരം DNA തന്മാത്രയ്ക്ക് 2 ഇഴകളാണുള്ളത്. പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നിട്ടുള്ള 2 നെടിയ ഇഴകളും നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികളുള്ള ഘടനയാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് ചിത്രീകരണം തന്നിട്ടുണ്ട്, നോക്കാം. ഇതാ കാണുന്നുണ്ടല്ലോ, DNA ചുറ്റുഗോവേണി മാതൃകയാണ് തന്നിരിക്കുന്നത്. കണ്ടോ, പടികൾ പോലെയും തന്നിട്ടുണ്ട്, നെടിയ ഇഴകളും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നെടിയ ഇഴകൾ എന്ത് ചേർന്നിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചിരുന്നത്? പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്ന നെടിയ ഇഴകൾ. ഓക്കെ, നെടിയ ഇഴകൾ പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള നെടിയ ഇഴകളും, അതുപോലെ തന്നെ പിന്നെന്താ ഉള്ളത്? ബേസ് അല്ലേ, ഏത് ബേസ്? നൈട്രജൻ ബേസ് ആണ്. അത് നെടിയ ഇഴകളും നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികളാണെങ്കിൽ നൈട്രജൻ ബേസുമാണ്. ഓക്കെ, നൈട്രജൻ ബേസ് ചേർന്നിട്ടുള്ള പടികളുമാണ് കാണിച്ചിരിക്കുന്നത്. ചുറ്റുഗോവേണി മാതൃക കണ്ടല്ലോ. ഓക്കെ, ഇനി DNA തന്മാത്ര ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഓക്കെ, DNA തന്മാത്ര ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഒരു പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും ചേർന്നിട്ടാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നത്. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര, ഒരു നൈട്രജൻ ബേസും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നത്. DNA ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ് ഉള്ളത്. അതുപോലെ നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര, ഒരു നൈട്രജൻ ബേസും ആണ് ഉള്ളതെന്ന്. അപ്പോൾ DNA തന്മാത്ര എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ DNA എന്തൊക്കെയുണ്ട്? ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ് ഉള്ളത്. പിന്നെ എന്താ ഉള്ളത്? നൈട്രജൻ ബേസും ആണ് ഉള്ളത്. ക്ഷാര സ്വഭാവമുള്ള നൈട്രജൻ ബേസുകളുമാണ് ഉള്ളത്. ഇനി അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെ നോക്കിയേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണേ, പഠിക്കണം, മുൻപ് ചോദിച്ചിട്ടുണ്ട്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്നീ 4 തരം നൈട്രജൻ ബേസുകൾ ഉള്ളതിനാൽ DNA-യിൽ 4 തരം ന്യൂക്ലിയോടൈഡുകളും ഉണ്ട്. DNA-യിൽ 4 തരം നൈട്രജൻ ബേസുകളും 4 തരം ന്യൂക്ലിയോടൈഡുകളുമാണ് ഉള്ളത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നീ 4 തരം നൈട്രജൻ ബേസുകൾ ഉള്ളതിനാൽ DNA-യിൽ 4 തരം ന്യൂക്ലിയോടൈഡുകളും ഉണ്ട്. DNA-യുടെ നിർമ്മാണ ഘടകമായ നൈട്രജൻ ബേസുകൾ സവിശേഷ പ്രാധാന്യമുള്ള തന്മാത്രകളാണ്. DNA-യിൽ അഡിനിൻ തൈമിനുമായിട്ടും അതുപോലെ ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രമേ ജോഡി ചേരുകയുള്ളൂ. ജോഡി ചേരുകയുള്ളൂ. ഓക്കെ, DNA-യിൽ അഡിനിൻ തൈമോസിനുമായിട്ടും അതുപോലെ ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ജോഡി ചേരുകയുള്ളൂ. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതിന് മുൻപതായി ഇവിടെ ഒരു ബോക്സിൽ എന്താ തന്നിരിക്കുന്നത്? റോസാലിൻഡ് ഫ്രാങ്ക്ലിനെ കുറിച്ച് തന്നിരിക്കുന്നു. എന്താണെന്ന് നോക്കാം.
DNA ഘടന തിരിച്ചറിയാനുള്ള ഗവേഷണം നടത്തുകയായിരുന്ന റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രജ്ഞ എക്സ് കിരണങ്ങൾ ഉപയോഗിച്ച് എടുത്ത DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രം കാണാനിടയായതിൽ നിന്നാണ് ജീവന്റെ തന്മാത്ര എന്നറിയപ്പെടുന്ന DNA തന്മാത്രാ ഘടന അനാവരണം ചെയ്യാൻ വാട്സണും ക്രിക്കിനും കഴിഞ്ഞത്. ഓക്കെ, ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കി തങ്ങളുടെ ഹോസ്റ്റൽ മുറിയിൽ പല സാധനങ്ങളും ഉപയോഗിച്ച് മാതൃകകൾ നിർമ്മിച്ചു നോക്കിയാണ് വാട്സണും ക്രിക്കും DNA ചുറ്റുഗോവേണി മാതൃകയുടെ സാധ്യത ഉറപ്പുവരുത്തിയത്. ഓക്കെ, അപ്പോൾ DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രത്തിൽ നിന്നാണ് അവർക്ക് ഈ ചുറ്റുഗോവേണി എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നത്. അപ്പോൾ ഈ DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രം ആരാണ് ആദ്യമേ എടുത്തത്? റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. DNA ഘടന തിരിച്ചറിയാനുള്ള ഗവേഷണം നടത്തിയ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രജ്ഞ എക്സ് കിരണങ്ങൾ ഉപയോഗിച്ച് DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രം എടുത്തു. ഈ ചിത്രം കാണാനിടയായതിൽ നിന്നാണ് ജീവന്റെ തന്മാത്ര എന്നറിയപ്പെടുന്ന DNA ആ ഒരു തന്മാത്രാ ഘടന അനാവരണം ചെയ്യാനായിട്ട് വാട്സണും ക്രിക്കിനും കഴിഞ്ഞത്. അപ്പോൾ ചെറിയൊരു കോപ്പിയടി ഉണ്ട് അവിടെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു DNA അഡിനിനും തൈമിനും തമ്മിലാണ് കോമ്പിനേഷൻ, അതുപോലെ ഗ്വാനിനും സൈറ്റോസിനും തമ്മിലാണ് കോംബോ എന്നുള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് RNA കുറിച്ചാണ്. RNA കുറിച്ച് നോക്കാം. റൈബോന്യൂക്ലിക് ആസിഡ് DNA പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. RNAയും ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. DNAയും RNAയും ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. RNAയിൽ കാണുന്നത് റൈബോസ് പഞ്ചസാരയാണ്. പക്ഷേ തൈമിന് പകരം RNAയിൽ എന്താ ഉള്ളത്? യുറാസിൽ എന്ന നൈട്രജൻ ബേസ് ആണ് ഉള്ളത്. നമ്മൾ 4 നൈട്രജൻ ബേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? DNAയിലെ 4 നൈട്രജൻ ബേസുകളാണ് ഏതൊക്കെ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNAയിലും എന്താണ്? റൈബോസ് പഞ്ചസാരയാണുള്ളത്. പക്ഷേ തൈമിന് പകരം RNAയിൽ എന്താണ്? യുറാസിലാണുള്ളത്. യുറാസിൻ. ഓക്കെ, യുറാസിലാണ് നൈട്രജൻ ബേസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? അഡിനിൻ, പിന്നെ ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, പിന്നെ യുറാസിലാണ് RNAയിലെ നൈട്രജൻ ബേസ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഭൂരിഭാഗം RNAകളിലും ഒരു ഇഴ മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതേ ഇവിടെ നമുക്ക് RNAയും DNAയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചാർട്ട് തന്നിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നോക്കിയോ, ഇഴകളുടെ എണ്ണം. DNAയിൽ എത്ര ഇഴകളാണ് നമ്മൾ പഠിച്ചത്? 2 ഇഴകളുണ്ട് അല്ലേ? 2 ഇഴകളുണ്ട്. പിന്നെ RNAയിലാണെങ്കിൽ ഒരു ഇഴയേ ഉള്ളൂ. പഞ്ചസാരയുടെ തരം എന്ന് പറയുമ്പം ഇവിടെ എന്താണ്? ഡിയോക്സി റൈബോസ് ആണ് അല്ലേ? ഡിയോക്സി റൈബോസ് ആണ്. പിന്നെ RNAയിലാണെങ്കിലോ റൈബോസ് ആണ്. ഓക്കെ, RNAയിൽ കാണപ്പെടുന്നത് റൈബോസ് പഞ്ചസാരയാണ്. ഇനി നൈട്രജൻ ബേസുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? DNAയിലാണെങ്കിൽ അഡീനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഇനി നമ്മുടെ RNAയിലാണെങ്കിൽ എങ്ങനെയാണ്? എന്തിന് പകരമാണ് യുറാസിൽ കാണപ്പെടുന്നത്? തൈമിന് പകരം യുറാസിലാണ്. അപ്പോൾ അഡീനിൻ, ഗ്വാനിൻ, യുറാസിൻ, സൈറ്റോസിൻ. ഓക്കെ, ക്ലിയർ അല്ലേ? യുറാസിൽ, സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ആണ് DNAയിൽ കാണുന്നത്. ഈ തൈമിന് പകരം എന്താണ്? RNAയിൽ എന്താ വരുന്നത്? യുറാസിലാണ്. ഓർത്ത് വെച്ചേക്കണം ആ ഒരു പോയിന്റ്. ഇത് PSC മുൻപ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇനി ജീനുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ? ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതും നിശ്ചിത പ്രോട്ടീനുകളുടെ പ്രവർത്തനത്താലാണ്. ഓക്കെ, ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതും നിശ്ചിത പ്രോട്ടീനുകളുടെ അല്ലെങ്കിൽ എൻസൈമുകളുടെ പ്രവർത്തനത്താലാണ്. പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ വിവരങ്ങൾ ജീനുകളിലാണ് അടങ്ങിയിരിക്കുന്നത്. ജീനുകൾ RNAയുടെ നിശ്ചിത ഭാഗങ്ങളാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ഇവിടെ 6.7 എന്തിനെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്? ജീനുകളുടെ സ്ഥാനം സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്താണ് എന്തുള്ളത്? ക്രോമസോം കാണപ്പെടുന്നത്. ഈ ക്രോമസോമിലാണ് എന്ത്? DNA സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ജീനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. നോക്കാം. ജീനുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? DNA നേരിട്ട് പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കാളിയാകുന്നില്ല.
DNA അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് RNA സഹായത്താലാണ്. അപ്പോൾ RNA സഹായത്താലാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. DNA സന്ദേശം പകർത്തിയ RNA, സന്ദേശം പകർത്തിയ RNA എന്ന് പറയുമ്പോൾ മെസ്സഞ്ചർ RNA, mRNA ആണ്. mRNA ആണ് റൈബോസോമുകളിൽ എത്തിയിട്ട് പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്നത്. ഓക്കെ, പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്നത് എവിടെയാണ്? റൈബോസോമിലാണ് പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്നത്. പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? റൈബോസോമിലാണ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? DNA സന്ദേശവാഹകരായതുകൊണ്ട് ഈ RNA എന്ത് പറയും? mRNA, മെസ്സഞ്ചർ RNA എന്ന് പറയും. ഇനി mRNA കൂടാതെ അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിക്കുന്നതിന്, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മറ്റൊരു RNA tRNAകളും എന്തുണ്ട്? റൈബോസോമിൻ്റെ ഭാഗമായി കാണുന്നുണ്ട്. അപ്പോൾ mRNA മെസ്സഞ്ചർ RNA ആണ്, tRNA ട്രാൻസ്ഫർ RNA ആണ്. അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് tRNA ഉള്ളത്. ഇനി rRNA അതെന്താണ്? റൈബോസോമിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന rRNA, റൈബോസോമൽ RNAകളുണ്ട്. അപ്പോൾ ഇവയുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പ്രോട്ടീൻ തന്മാത്രകൾ രൂപപ്പെടുന്നത്. ഇനി ഈ പ്രോട്ടീൻ നിർമ്മാണം ഈ ഒരു ചിത്രീകരണത്തിലൂടെ ഒന്ന് നോക്കാം. ആദ്യം നമുക്കിവിടെ DNA തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ DNAയിൽ നിന്ന് mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA ഫോം ചെയ്യുന്നു. എന്നിട്ട് മെസ്സഞ്ചർ RNA റൈബോസോമിലേക്ക് എത്തുകയാണ്. കാണുന്നുണ്ടല്ലോ, മെസ്സഞ്ചർ RNA റൈബോസോമിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA എന്താ ചെയ്യുന്നത്? വിവിധ തരം അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീട് mRNAയിലെ സന്ദേശം അനുസരിച്ച് അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നിട്ട് പ്രോട്ടീൻ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന കോശാംഗം ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതാണ്? റൈബോസോമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇത് രീതിയിലാണ് DNA ഡയറക്റ്റായിട്ട് പങ്കെടുക്കുകയല്ല ചെയ്യുന്നത്. RNAയുടെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീൻ തന്മാത്രകൾ ഇവിടെ വെച്ചിട്ട് രൂപപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. മനുഷ്യരിലെ ക്രോമസോമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. മനുഷ്യരിലെ ക്രോമസോമുകൾ. അപ്പോൾ ഓരോ ജീവജാതിയിലും നിശ്ചിത എണ്ണം ക്രോമസോമുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ മനുഷ്യരിലെ ക്രോമസോമുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ലിംഗനിർണയ ക്രോമസോമുകൾ തന്നിട്ടുണ്ട്. എക്സും വൈയും ലിംഗനിർണയ ക്രോമസോമുകൾ. മനുഷ്യരിൽ 46 ക്രോമസോമുകളാണ് ഉള്ളത്. മനുഷ്യനിൽ 46 ക്രോമസോമുകളാണുള്ളത്. അതിൽ 44 എണ്ണം അല്ലെങ്കിൽ 22 ജോഡി എന്താണ്? സ്വരൂപ ക്രോമസോമുകളാണ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയും. സൊമാറ്റിക് ക്രോമസോംസ് ആണ്. 2 എണ്ണം എങ്ങനെയാണ്? ലിംഗനിർണയ ക്രോമസോമുകളാണ്. അതാണ് നമ്മളിവിടെ കാണിച്ച എക്സും വൈയും. ഓക്കെ, എക്സും വൈയും 2 എണ്ണം ലിംഗനിർണയ ക്രോമസോമുകളാണ്. അതായത് ഒരു ജോഡിയാണ് ഏത്? ലിംഗനിർണയ ക്രോമസോം. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേരുമ്പോഴാണ് ഒരു സ്വരൂപ ജോഡി എന്ന് നമ്മൾ പറയുന്നത്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നാണ് ഒരു സ്വരൂപ ജോഡി. അങ്ങനെ 22 ജോഡി സ്വരൂപ ക്രോമസോമുകളാണ് മനുഷ്യരിലുള്ളത്. ആ ഒരു ഇമേജാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. കാണുന്നുണ്ടോ? ഇവിടെ ആദ്യത്തെ ജോഡി കാണിച്ചിരിക്കുന്നത് രണ്ടും ഒരുപോലെയാണല്ലോ അല്ലേ? മൂന്നാമത്തെ നോക്ക് ഒരുപോലെയാണ്, രണ്ടാമത്തെ നോക്ക് ഒരുപോലെയാണ്. അങ്ങനെ ഈ 22 എണ്ണത്തിലുള്ളതും എന്താണ്? സ്വരൂപ ക്രോമസോംസ് ആണ്. 2 എണ്ണം എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. അപ്പോൾ അതാണ് സ്വരൂപ ജോഡി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന എക്സ്ട്രാ 23ാമത്തെ ജോഡിയാണ് ലിംഗനിർണയ ക്രോമസോമുകൾ. അപ്പോൾ അതിൽ എക്സും വൈയും. അപ്പോൾ ലിംഗനിർണയ ക്രോമസോമുകൾ 2 തരത്തിലാണുള്ളത്. അവയെ നമ്മൾ എക്സ് ക്രോമസോം എന്നും വൈ ക്രോമസോം എന്നുമാണ് വിളിക്കുന്നത്. സ്ത്രീകളിൽ 2 എക്സ് ക്രോമസോമുകളും പുരുഷന്മാരിൽ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമുമാണ് ഉള്ളത്. അതായത് സ്ത്രീയുടെ ജനിതക ഘടന എന്ന് പറഞ്ഞാൽ 44+XX എന്നാണ് നമ്മൾ ആർക്ക് എഴുതുക? ഫീമെയിലിന് എഴുതുന്നത്. പുരുഷന്മാരിലാണെങ്കിലോ 44+XY. ഈ XY എന്ന് പറയുന്നത് എന്താണ്? അത് ലിംഗനിർണയ ക്രോമസോമാണ്. അപ്പോൾ പുരുഷന്മാരിൽ ഒരു എക്സ് ക്രോമസോമും ഒരു എക്സ് ലിംഗനിർണയ ക്രോമസോമും ഒരു വൈ ലിംഗനിർണയ ക്രോമസോമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് 44+XY എന്ന് നമ്മൾ മെയിലിൻ്റെ ജനിതക ഘടന എഴുതുന്നത്. ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വ്യതിയാനങ്ങളുടെ ജനിതകം. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. XY ക്രോമസോം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടിയുടെ സെക്സ്, ആ കുട്ടി പെൺകുട്ടി ആയിരുന്നാലും അല്ലെങ്കിൽ ആൺകുട്ടി ആയിരുന്നാലും അതിന് ബാധകമായിട്ടുള്ളത് പുരുഷന്മാരിലെ ഈ ജനിതക ഘടനയാണ്. XY ക്രോമസോമുകളാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡി ചേർന്ന് ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ട്. നമ്മൾ
എന്താണ് ക്രമഭംഗവും ഊനഭംഗവും പഠിച്ചിട്ടുണ്ട് അല്ലേ? കോശവിഭജനം പഠിച്ചപ്പോൾ ക്രമഭംഗവും ഊനഭംഗവും പഠിച്ചു. ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. അതുപോലെ തന്നെ ഊനഭംഗം എന്ന് പറയുമ്പോൾ എന്താണ്, ബീജോൽപാദന കോശങ്ങളിൽ നടക്കുന്നതാണ് ഊനഭംഗം എന്ന് പറയുന്നത്. ഊനഭംഗം 1ഉം 2ഉം ഉണ്ട്. അതിൽ ക്രോമസോം സംഖ്യ പകുതിയാകുന്ന ഊനഭംഗ ഘട്ടം ഊനഭംഗം 1ഉം ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റം വരാത്ത ഊനഭംഗ ഘട്ടം ഊനഭംഗം 2 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് ഊനഭംഗത്തിന്റെ ആദ്യ ഘട്ടത്തിൽ, അതായത് ഫസ്റ്റ് ഫേസിൽ എന്താ ചെയ്യുന്നത്, ക്രോമസോമുകൾ ജോഡി ചേർന്നിട്ട് ക്രോമസോമിന്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനത്തിനെയാണ് ക്രോമസോമിന്റെ ക്രോസിംഗ് ഓവർ പ്രോസസ്സ് എന്ന് പറയുന്നത്, ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് ഒരു DNA ഭാഗം മുറിഞ്ഞ് മറ്റൊരു DNA ഭാഗമായിട്ട് മാറുന്നു. ഇത് ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഈ ക്രോമസോമുകൾ അടുത്ത തലമുറയിലെ സന്താനങ്ങൾക്ക് ലഭിക്കുമ്പോൾ പുതിയ സ്വഭാവങ്ങൾ പ്രകടമാകുന്നതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്രോമസോമിന്റെ മുറിഞ്ഞു മാറൽ അതാണ് വ്യതിയാനത്തിന്റെ സ്രോതസ്സായിട്ട് പറയുന്നത്. ഊനഭംഗത്തിന്റെ കേസിൽ ഊനഭംഗത്തിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡി ചേരുമ്പോൾ ആ ക്രോമസോമിന്റെ ഭാഗങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം കൈമാറുന്നുണ്ട്, അല്ലെ ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ട് ഒരു DNA ഭാഗം മുറിഞ്ഞിട്ട് മറ്റൊരു DNA ഭാഗമായിട്ട് മാറുകയും ഇത് ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാവുകയും അതുപോലെ തന്നെ ക്രോമസോമുകൾ അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ പുതിയ സ്വഭാവങ്ങൾ പ്രകടമാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ ഇവിടെ ചിത്രീകരണം? ക്രോമസോം മുറിഞ്ഞു മാറില്ലെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ ഘട്ടത്തിൽ എങ്ങനെയാണ്? 2 ക്രോമസോംസ് ആണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ അവ മുറിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ കണ്ടോ ഈ ഓറഞ്ചിൻ്റെ ഒരു പകുതി ഭാഗം ഇവിടേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, അതുപോലെ ക്രോമസോം മുറിഞ്ഞു മാറിയിട്ട് മറ്റൊരു DNA ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു DNA ഭാഗം മുറിഞ്ഞ് മറ്റൊരു DNA ഭാഗമായിട്ട് ചേരുകയാണ്. അപ്പോൾ ഈ ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം എന്ത് ചെയ്തു, കൈമാറ്റം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ നടന്നു. അപ്പോൾ എന്ത് ചെയ്തു, സ്വഭാവ വ്യത്യാസം അല്ലെങ്കിൽ ഒരു വ്യതിയാനം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സ് വന്നിരിക്കുന്നത് എന്താ, ക്രോമസോമുകളും രോഗങ്ങളും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ്. ഇതിൽ നിന്ന് PSC ചോദിച്ചിട്ടുണ്ട്. നോക്കാം, ക്രോമസോമുകളും രോഗങ്ങളും. ചില രോഗങ്ങൾക്ക് ജനിതകപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11ൻ്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്കും ക്രോമസോം നമ്പർ 14 ജീനിന്റെ തകരാറ് അൽഷിമേഴ്സ് രോഗത്തിനും കാരണമാകുന്നുണ്ട്. ഇത് PYQ ആയിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം. മനുഷ്യരിലെ ക്രോമസോം നമ്പർ 11 ജീനിന്റെ തകരാറ് കാരണമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. അതുപോലെ ക്രോമസോം നമ്പർ 14 ജീനിന്റെ തകരാറ് കാരണം അൽഷിമേഴ്സ് രോഗത്തിനും കാരണമാകുന്നുണ്ട്. ത്വക്കിലെ ക്യാൻസർ ആയിട്ടുള്ള മെലനോമയുടെ കാരണം എന്ന് പറയുന്നത് ക്രോമസോം നമ്പർ 9 ജീൻ തകരാറ് കാരണമാണ് എന്നൊരു കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും പഠിക്കണം. മുൻപ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ക്രോമസോം നമ്പർ 11 ആണെങ്കിൽ സിക്കിൾ സെൽ അനീമിയാണ്, ക്രോമസോം നമ്പർ 14 ആണെങ്കിൽ അൽഷിമേഴ്സിനാണ് കാരണം. അതുപോലെ ക്രോമസോം നമ്പർ 9 തകരാറ് ത്വക്കിലെ ക്യാൻസർ ആയിട്ടുള്ള മെലനോമയ്ക്ക് കാരണമാകുന്നു. ഇനി ബീജസംയോഗം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അലീൽ ചേർച്ച, ഈ ഒരു ഭാഗം ഒന്ന് നോക്കാം. ഇവിടെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ക്രോമസോമുകൾ ബീജകോശങ്ങളിലൂടെ സന്താനത്തിലെത്തുന്നു. ബീജകോശങ്ങൾ സംയോജിക്കുമ്പോൾ അലീൽ ചേർച്ചയിൽ വ്യത്യാസമുണ്ടാകുന്നു. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിൽ രൂപപ്പെടുന്നു. അതിനാൽ അടുത്ത തലമുറയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിന് ബീജസംയോഗം കാരണമാകുന്നുണ്ട്. ഓക്കെ അല്ലേ? മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ക്രോമസോമുകൾ ബീജകോശത്തിലെത്തുകയും അപ്പോൾ ഈ ബീജകോശങ്ങൾ സംയോജിക്കുമ്പോൾ അലീൽ ചേർച്ചയിൽ വ്യത്യാസം ഉണ്ടാവും. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. അത് അടുത്ത തലമുറയിലേക്ക് എത്തുമ്പോൾ അവിടെ വ്യതിയാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു ഭാഗം ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷനെ കുറിച്ചാണ്. എന്താണ് മ്യൂട്ടേഷൻ? PSCയുടെ മുൻവർഷ ചോദ്യം. അപ്പോൾ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മാറ്റങ്ങളെയാണ് ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ എന്താണ്? ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. DNA യുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന
ഉണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൽപരിവർത്തനത്തിന് അല്ലെങ്കിൽ മ്യൂട്ടേഷന് കാരണമാകുന്നുണ്ട്. എന്തൊക്കെയാണ്? DNA ഇരട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന തകരാറ്, അതുപോലെ പ്രത്യേക രാസവസ്തുക്കൾ, റേഡിയേഷൻസ്, ഇതൊക്കെ ഉൽപരിവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മ്യൂട്ടേഷനുകൾക്ക് കാരണമാകുന്നുണ്ട്. ഉൽപരിവർത്തനങ്ങൾ ജീനുകളിൽ മാറ്റമുണ്ടാക്കുകയും ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ജീവപരിണാമത്തിൽ ഉൽപരിവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഓർത്തു വെക്കേണ്ടത് എന്താണ് മ്യൂട്ടേഷൻ എന്നുള്ളതാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് ഉൽപരിവർത്തനം. DNA ഇരട്ടിക്കലിലുണ്ടാവുന്ന തകരാറ്, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ എന്നിവയൊക്കെയാണ് ഉൽപരിവർത്തനത്തിന് കാരണമാകുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പിതാവിൻ്റെ XY ക്രോമസോമിൻ്റെ കാര്യം. ഇപ്പോൾ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന ഹെഡിങ്ങിനനുസരിച്ച് മനസ്സിലായല്ലോ അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഫീമെയിലിൻ്റെ ജനിതക ഘടന 44+XX എന്നും അതുപോലെ മെയിലിൻ്റെ ജനിതക ഘടന 44+XY എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ നോക്കിയേ, ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ലിംഗനിർണ്ണയം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് XX ക്രോമസോം ഇവിടെ പിതാവിൽ നിന്നുള്ള എക്സുമായിട്ടാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് XX ആണ് ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ XX ഇവിടെയും ഫോം ചെയ്തു. ഇനി Xും Yയും തമ്മിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ XY ഉണ്ടാവും, ഇവിടെയും XY ഉണ്ടാവും. അപ്പോൾ നോക്കിയേ, പിതാവിൽ നിന്നുള്ള ഇവിടെ നോക്കൂട്ടോ, പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ഉണ്ടാകുന്നത് എന്നുള്ള സാധ്യതകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കുട്ടി ആണാകുന്നതും പെണ്ണാകുന്നതും നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ നിർണായകമാകുന്നത് പിതാവിൽ നിന്നുള്ള XY ക്രോമസോമാണ്. അപ്പോൾ XX ലിംഗ ക്രോമസോമുകളുള്ള ശിശു പെൺകുട്ടിയും XY ലിംഗ ക്രോമസോമുകളുള്ള ശിശു ആൺകുട്ടിയുമായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ആൺകുട്ടി ഏതൊക്കെയാണ് പെൺകുട്ടികളുള്ള ചാൻസ്? ഇത് XX ആണെങ്കിൽ അതെന്തായിരിക്കും? XX ആണെങ്കിൽ അത് പെൺകുട്ടിയും, XY ആണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? ആൺകുട്ടി ായിരിക്കും. ഓക്കെ, അപ്പോൾ XY എന്നുള്ളത് ആൺകുട്ടിയാണ്. ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ആൺകുട്ടികൾക്കും, XX വരുന്നതോ സെയിം ആയിട്ട് വരുന്നത് പെൺകുട്ടികളിലുമായിരിക്കും. ഇനി നിറവ്യത്യാസത്തിന് പിന്നിൽ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് എന്താ? ഇവിടെ മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവിൻ്റെ കാര്യമാണ് പറയുന്നത്. മെലാനിൻ എന്ന വർണ്ണക പ്രോട്ടീനാണ് ത്വക്കിൻ്റെ നിറം നൽകുന്നത്. ത്വക്കിന് നിറം നൽകുന്ന ജീനുകളുടെ അലീലുകളുടെ പ്രവർത്തനത്തിലെ വ്യത്യാസം മൂലം മെലാനിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് മനുഷ്യരിലെ ത്വക്കിൻ്റെ നിറവ്യത്യാസത്തിന് കാരണം. മെലാനിൻ ത്വക്കിന് വർണ്ണം നൽകുന്ന അല്ലെങ്കിൽ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? പ്രോട്ടീൻ ഏതാണ്? മെലാനിൻ എന്ന വർണ്ണക പ്രോട്ടീനാണ് ത്വക്കിന് നിറം നൽകുന്നത്. ത്വക്കിന് നിറം നൽകുന്ന ജീനുകളുടെ ഉള്ളിലുള്ള അലീലുകളുടെ പ്രവർത്തനത്തിലെ വ്യത്യാസം മൂലമാണ് മെലാനിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ. ഈ ഏറ്റക്കുറച്ചിൽ കാരണമാണ് മനുഷ്യരിലെ ത്വക്കിൻ്റെ നിറവ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, കണ്ടോ, നല്ല വൈറ്റ് കോംപ്ലക്ഷൻ മുതൽ ഒരു ഡാർക്ക് കോംപ്ലക്ഷൻ വരെയുള്ള ആ ഒരു റേഞ്ചാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ത്വക്കിൻ്റെ നിറം വെളുപ്പോ കറുപ്പോ ആകുന്നത് വർഗവ്യത്യാസം കൊണ്ടല്ല, സൂര്യന് കീഴിൽ ജീവിക്കാനുള്ള അനുകൂലനം മാത്രമാണിത്. മനുഷ്യരിലെ വർഗങ്ങൾ സാംസ്കാരികം മാത്രമാണ്. ജീവശാസ്ത്രപരമായി മനുഷ്യരെല്ലാം ഒരേ വർഗം തന്നെയാണ്. അത് ഉൾക്കൊള്ളാനും വർഗവ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യമായി കാണാനുമുള്ള അവബോധം നേടുമ്പോഴേ ജനിതക ശാസ്ത്ര പഠനം സാർത്ഥകമാകൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എൻഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികളിലേക്ക് ഒരു നല്ലൊരു ഐഡിയ കൂടി അല്ലേ, എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൂടി എത്തിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോഴാണ് പുതിയതായിട്ട് വരുന്നവർക്ക് നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇനി ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും വിട്ടുപോകാൻ ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി കാണുക. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അവിടെയാണ് നമ്മൾ വീക്കിലി റിവിഷൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. താങ്ക്